السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകത്തൊന്നടങ്കം അശാന്തിയുടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത്, ഒരു വാർത്തകൾ കേൾക്കുമ്പോഴേക്ക് അതിന്റെ നിജസ്ഥിതി പോലും അന്വേഷിക്കുകയോ അറിയുകയോ ചെയ്യാതെ പെട്ടെന്ന് അവയെല്ലാം എടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. പലപ്പോഴും പ്രവാസികളും അവരുടേതായ നാട്ടിലുള്ള ബന്ധുമിത്രാദികളുമൊക്കെ വല്ലാതെ ആശങ്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പലവിധത്തിലുള്ള വാർത്തകൾ, ഒരുപക്ഷെ AI ക്രിയേറ്റഡ് ആയതുപോലും പണ്ടുകാലത്ത് നടന്നിട്ടുള്ള ചില സംഭവങ്ങളായിട്ട് പോലും അതൊക്കെ പുതിയ ഹെഡിങ്ങുകൾ ചേർത്ത് കൊടുത്തുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നിർബാധം ഈ സമയത്ത് പലരിൽ നിന്നും കണ്ടുവരികയാണ്. അതേപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള കൃത്യതയുമില്ലാത്ത വിവരങ്ങളും പലരുടെയും പലതിന്റെയും പല കാര്യങ്ങളുടെയും പേരിൽ പങ്കുവെക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ഇത് ഭൂഷണമല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 83-ാമത്തെ ആയത്തിൽ കപടവിശ്വാസികളുടെ സ്വഭാവം എടുത്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞെടുത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ, യുദ്ധഭീതിയെ സംബന്ധിച്ചോ മറ്റോ ഒക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അതവർ മുന്നും പിന്നും നോക്കാതെ അവർ ഷെയർ ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു. അവർ അതിന്റേതായ അതോറിറ്റികളിലേക്ക് മടക്കാനും അന്വേഷിക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ ഇതിനൊന്നും അവർ നിൽക്കുമായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കപടന്മാരെ കുറിച്ച് പറഞ്ഞെടുത്താണ്. ഇതിലൊരിക്കലും വിശ്വാസികൾ പെട്ടുപോകരുത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് അനാവശ്യമായ ചർച്ചകളിലോ തർക്കവിതർക്കങ്ങളിലോ സംസാരങ്ങളിലോ ഏർപ്പെടാനുള്ള നേരമല്ല. അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിധത്തിൽ ഈ പരിശുദ്ധമായ റമദാനിൽ ധാരാളമായി ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ചുകൊണ്ട്, പാപമോചന തേട്ടം അധികരിപ്പിച്ചുകൊണ്ട്, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ ഇബാദത്തുകളെ വളരെ അധികരിപ്പിച്ചുകൊണ്ട് ദിക്റുകളും എല്ലാ അർത്ഥത്തിലും റബ്ബിലേക്ക് അടുക്കുവാനുള്ള വിനയപ്പെടുന്ന മനസ്സിന്റെ ഏറ്റവും ആത്മാർത്ഥമായ തൗബയുടെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുവാനുള്ള സമയമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബിനല്ലാതെ ഒരു പ്രയാസത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. അവന്റെ പേരിൽ ബലമേൽപ്പിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എല്ലായിടങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അവരിൽ ഏൽപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരവസ്ഥ, സമാധാനത്തിന്റെ ഒരു സാഹചര്യം നിലവിൽ വരാൻ വേണ്ടി നിരന്തരമായി ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന നിരതമായി കാത്തിരിക്കുക. അനാവശ്യമായ പരിഭ്രാന്തി, ആ രൂപത്തിലുള്ള വാർത്തകൾ അതിലൊന്നും ഏർപ്പെടാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. അള്ളാഹു എത്രയും വേഗം എല്ലായിടങ്ങളിലും സമാധാനത്തിന്റെ അന്തരീക്ഷം നിലനിർത്തിത്തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.